മാലിപ്പുറം IIVUP സ്കൂൾ 92ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷികാഘോഷം എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി ബെർണാഡ് ഉദ്ഘാടനം ചെയ്തു. ടീച്ചർ പറഞ്ഞു, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരായത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഗുണങ്ങളുടെയും പാഠശാലകളിലൂടെ പഠിച്ചു വന്നതിനെയും പേരിലായിരിക്കാം എന്ന് വിശ്വസിക്കുകയാണ്. നമുക്കറിയാം എത്രത്തോളം നമ്മൾ മക്കളെ സ്നേഹിക്കുന്നു, അത്രത്തോളം നമ്മൾ ചോർത്തരായിത്തീരുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. പണ്ട് അങ്ങനെയായിരുന്നില്ല. മാതാപിതാ ഗുരു എന്ന് പറഞ്ഞാണ് നമ്മുടെ കാരണവന്മാർ ഞങ്ങളെയൊക്കെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അന്ന് പറഞ്ഞു വിടുമ്പോൾ പറയും, ടീച്ചർമാരെ ഇന്ന് വൈകുന്നേരം നീ ഇവിടെ തല്ലുകൊണ്ട് വരരുത് എന്നാണ് പറയാറ്. ഇന്ന് തല്ലുകൊണ്ട് വന്നാൽ കാരണവന്മാർ എന്താണ് ചോദിക്കുന്നത്? കാരണം നിന്നെ ആരെങ്കിലും തല്ലിയോ? തല്ല് എന്നെ ആര് തല്ലി? എൻ്റെ അടുത്തിരിക്കുന്ന പയ്യൻ പിച്ചി. അപ്പോൾ എടുത്ത് വായിക്കും അമ്മയും അല്ലെങ്കിൽ കേട്ടു നിൽക്കുന്ന സഹോദരിമാരും ചോദിക്കുന്നത് എന്താണ്? നീ എന്നിട്ട് ഒന്നും ചെയ്തില്ല എന്നാണ്. അങ്ങനെ ആയിരുന്നോ നമ്മളോട് ചോദിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ തല്ലിയത്? നീ എത്ര കുരുത്തക്കേട് കാണിച്ചിരിക്കും എന്നാണ്. പക്ഷെ ഇന്ന് നമ്മളെന്താ പറഞ്ഞു കൊടുക്കുന്നത്? നീ എന്തിനാണ് തല്ലും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നിനക്കൊന്നും അങ്ങനെ ചെയ്യാമായിരുന്നില്ല എന്ന്. ഇതാകണമോ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം? ഇതാകണമോ നല്ലൊരു ഭാവിയുള്ള മക്കളെ വാർത്തെടുക്കാൻ, ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾ കൊടുക്കേണ്ട നിർദ്ദേശം? ഭാവിയുടെ തലമുറയെ ശോഭയുക്തമാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ ഞാനും നിങ്ങളും പിടിച്ചു പിളർന്നുകയും ഞാനും നിങ്ങളും വളരെ ആവേശത്തോടെ ഉൾക്കൊണ്ട മാതാപിതാ ഗുരു എന്ന ആ ആപ്തവാക്യം വരുന്ന തലമുറകളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്ത് പലവട്ടം ഉരുവിട്ട് അത് മൂശയിൽ കാച്ചിയ സ്വർണ്ണം തലയിലൂടെ പോലെ വളർന്നു വലുതാക്കി ഈ നാടിന്റെ ഐക്യത്തിനും നാട്ടാരിന്റെ ക്ഷേമത്തിനും പരസ്പര വിശ്വാസത്തിനും നല്ലൊരു കുടുംബമായി വാഴുവാനും അത് നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കുവാനും സമൂഹം കെട്ടിപ്പടുക്കുവാനും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പൂർണ്ണമായും അതിന് അനുകൂലമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്കൂൾ മാനേജർ VA സക്കീർ അധ്യക്ഷത വഹിച്ചു. അമ്മാമയും കൊച്ചുമോനും എന്ന യൂട്യൂബ് ചാനലിലെ വ്ളോഗർമാരായ ജെയ്സൺ മാമ്പള്ളി, ജോമോൻ ജോയി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഇഷ്ടപ്പെട്ട ഒരു വീട്ടിലേക്ക് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ലീവിൽ നിന്ന് കാണാൻ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്നേഹമില്ലേ, എടാ നീ വണ്ണം വെച്ചല്ല, നിനക്ക് സുഖമാണ, എല്ലാവരും ആ ഒരു സ്നേഹബന്ധം ഞങ്ങളെ വർഷങ്ങളായിട്ട് അറിയുന്ന, നമ്മളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ആ ഒരു സ്നേഹവാത്സല്യം ഞങ്ങൾക്ക് എല്ലാ ടീച്ചർമാരിൽ നിന്നും കിട്ടി. അപ്പൊ ശരിക്കും പിള്ളേരെ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാര്യം ഇത്രയും സ്നേഹസമ്പന്നരായ ടീച്ചർമാരെയാണ്, അതേപോലെ തന്നെ PTA ടീമിനെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നത്തിനും ടീച്ചർമാരും രക്ഷിതാക്കളും നിങ്ങളൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാര്യം ഞങ്ങളുടെ വെറുതെ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ ഞങ്ങള് വന്നപ്പോ എടുത്തു വെച്ച് ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് നമ്മളോട് പറയുന്നത് പോലെ അല്ല, പറച്ചിലുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഓരോരുത്തരുടെ കാര്യങ്ങള്, ഓരോരുത്തരുടെ സംസാര രീതികള്, പേരുകള്, ചെയ്ത കാര്യങ്ങള്, വർഷങ്ങൾക്ക് മുമ്പിട്ട വീഡിയോനെ പറ്റി വരെ അഭിപ്രായങ്ങളും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തിയ സ്കൂളിൽ അമ്മാവിനെയും കൂടി കൊണ്ടുവരാൻ പറ്റാത്തതിലുള്ള ഒരു സങ്കടവും കൂടി ഇവിടെ ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഇനിയൊരു പ്രോഗ്രാമിനോട് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ അമ്മാമയും കൂടി വരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു സ്നേഹവും ഞങ്ങളൊപ്പം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളെ ക്ഷണിച്ച, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചർമാർക്കും രക്ഷിതാക്കൾക്കും, ഞങ്ങളുടെ പറഞ്ഞപ്പോൾ ഞങ്ങളെ കയ്യടികളോടെ സ്വീകരിച്ച കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. അപ്പോ എന്താ പറയണ്ടേന്നറിയില്ല. നമ്മളിപ്പോ ക്യാമറ മാറ്റി വെച്ചിട്ട് നമുക്ക് അപ്പോ നിങ്ങളോട് സംസാരിക്കാൻ വിഷയമില്ല, നാച്ചുറലായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇത്രയും പേരെ മുമ്പിൽ നിന്ന് അങ്ങനെ ചെയ്യാനായിട്ട് അത്ര ഉള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല. പതുക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് അല്ലേ. അപ്പൊ എന്നെ ക്ഷണിച്ചതിന് സ്കൂളിലെ ടീച്ചർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രധാന അധ്യാപിക NA പ്രീത, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി K മിനിമോൾ, വാർഡ് മെമ്പർ റിസിയ ജമാൽ, PTA പ്രസിഡന്റ് ശ്യാം മോഹൻ, സഭാ സെക്രട്ടറി TK ബെന്നി സാദർ, അധ്യാപകനായ PR രതീഷ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും മെഡലും വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.